അക്ഷരത്തേൻ നുകരാൻ ഓടിയെത്തുന്ന കുരുന്നുകൾക്ക് അറിവിന്റെ അനന്തവിഹായസ് സമ്മാനിക്കുന്ന ആനക്കയം ഗ്രാമത്തിന്റെ അക്ഷരഗോപുരം നമ്മുടെ സ്വന്തം വിദ്യാലയം ആനക്കയം ഗവൺമെന്റ് UP സ്കൂൾ. അരനൂറ്റാണ്ടിലേറെയായി ഒരു നാടിന്റെ വെളിച്ചമായി പല തലമുറകൾക്ക് അറിവിന്റെ മധുരം പകർന്നു നൽകിയ നമ്മുടെ വിദ്യാലയം അതിന്റെ 52ാം വാർഷികം ആഘോഷിക്കുകയാണ്. ഈ സന്തോഷവേളയിൽ 2025-26 അധ്യയന വർഷത്തെ പ്രവർത്തനങ്ങളുടെ സംക്ഷിപ്ത റിപ്പോർട്ട് സവിനയം നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു. അധ്യാപകർ അറിവിന്റെയും വൈദഗ്ധ്യത്തിന്റെയും തുടർച്ചയായ നവീകരണത്തിലൂടെ പരിശീലനം ലഭിച്ച പരിചയസമ്പന്നരും അർപ്പണ ബോധമുള്ളവരുമായ അധ്യാപക കൂട്ടായ്മയാണ് നമ്മുടെ മക്കളെ മുന്നോട്ട് നയിക്കുന്നത്. പ്രീ പ്രൈമറി മുതൽ 7ാം ക്ലാസ് വരെ 24 അധ്യാപകരും 3 അനധ്യാപകരും സേവനം ചെയ്യുന്നു. പുറമെ കായിക വിദ്യാഭ്യാസം, കലാവിദ്യാഭ്യാസം, പ്രവൃത്തി പരിചയ വിദ്യാഭ്യാസം എന്നിവയ്ക്കായി BRCയിൽ നിന്നും നിയമിതരായ 3 സ്പെഷ്യൽ അധ്യാപകരും പ്രത്യേക പരിഗണന അർഹിക്കുന്ന വിദ്യാർത്ഥികൾക്കായി ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്ററും സ്കൂളിൽ പ്രവർത്തിക്കുന്നു. ജില്ലാ കുടുംബശ്രീ മിഷന്റെ ഭാഗമായി UP ക്ലാസ്സിലെ പെൺകുട്ടികൾക്ക് കരാട്ടെ ക്ലാസും സ്കൂളിൽ നടന്നുവരുന്നു. ആരോഗ്യപരമായും മാനസികമായും ശക്തരാക്കാനും കുഞ്ഞുങ്ങളിൽ ആത്മവിശ്വാസം വളർത്താനും ലക്ഷ്യമിട്ടുള്ള ഈ പദ്ധതിയും സ്കൂളിന് ഒരു കരാട്ടെ ടീച്ചറുടെ സേവനവും ലഭ്യമാക്കുന്നു. ഈ വർഷം സ്കൂളിൽ ആരംഭിച്ച വൺ സ്കൂൾ വൺ ഗെയിം എന്ന പുതിയ പദ്ധതി ദേശീയ തലത്തിൽ തന്നെ പ്രാഗൽഭ്യം തെളിയിച്ച ഒരു ബാസ്കറ്റ് ബോൾ കോച്ചിന്റെ സേവനവും വിദ്യാലയത്തിന് നേടിത്തന്നു. PTA ഏതൊരു വിദ്യാലയത്തിന്റെയും ശക്തി അവിടുത്തെ രക്ഷിതാക്കളുടെ സഹകരണവും പങ്കാളിത്തവുമാണ്. നമ്മുടെ വിദ്യാലയത്തിന്റെ ഓരോ നേട്ടങ്ങൾക്ക് പിന്നിലും സജീവ സാന്നിധ്യമായി നിലകൊള്ളുന്ന PTA, SMC, വെൽഫെയർ, MTA കമ്മിറ്റികളുടെ പ്രവർത്തനങ്ങൾ ഏറെ പ്രശംസനീയമാണ്. ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും ഓടിയെത്തുന്ന രക്ഷിതാക്കളുടെയും നാട്ടുകാരുടെയും കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമാണ് നമ്മുടെ വിദ്യാലയത്തിന്റെ ആരും കൊതിക്കുന്ന ഈ വളർച്ച. 2025 ജൂൺ 5 ചേർന്ന PTA ജനറൽ ബോഡി യോഗത്തിൽ വച്ച് ശ്രീ അൻവർ സാദത്തിനെ PTA പ്രസിഡന്റായും, ശ്രീ CP ഷിഹാബിനെ വൈസ് പ്രസിഡന്റായും, ശ്രീ KP ഇസ്ഹാഖിനെ SMC ചെയർമാനായും, ശ്രീമതി ഷബന ഹസ്കറിനെ MTA പ്രസിഡന്റായും തെരഞ്ഞെടുത്തു. പ്രവേശനോത്സവം. പുതിയ അധ്യയന വർഷത്തിൽ വിദ്യാലയത്തിലേക്ക് ചുവടുവെച്ചെത്തിയ പ്രിയ കൂട്ടുകാരെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള വൈവിധ്യമാർന്ന പരിപാടികളിൽ ആവേശപൂർവ്വം നിറച്ചിരികളോടെ അത്ഭുതവും പ്രതീക്ഷകളും നിറഞ്ഞ മിഴികളോടെ നമ്മുടെ കുരുന്നുകൾ പങ്കെടുത്തു. LSS USS വിദ്യാലയത്തിന്റെ അക്കാദമിക മികവിന്റെ അടയാളമാണ് LSS USS വിജയങ്ങൾ. 7 LSSഉം 8 USSഉം കരസ്ഥമാക്കി ഈ വർഷം അഭിമാനകരമായ നേട്ടം കൊയ്യാൻ നമുക്ക് സാധിച്ചു. മറ്റു പ്രൈമറി വിദ്യാലയങ്ങളെ അപേക്ഷിച്ച് 4ാം തരത്തിലും 7ാം തരത്തിലും പഠിക്കുന്ന കുറഞ്ഞ എണ്ണം വിദ്യാർത്ഥികളിൽ നിന്നുമാണ് ഇത്രയധികം വിജയികളെ സൃഷ്ടിക്കാൻ നമുക്ക് കഴിഞ്ഞത്. ശാസ്ത്ര കലോത്സവ മേളകളിൽ അസൂയാവഹമായ നേട്ടങ്ങളാണ് നാം കരസ്ഥമാക്കിയത്. IT ക്വിസ്, മലയാളം ടൈപ്പിംഗ് മത്സരങ്ങളിൽ 1ാം സ്ഥാനം നേടിയ 7ാം ക്ലാസ്സിലെ നിഹ KM, LP സാമൂഹ്യ ശാസ്ത്രമേള ക്വിസ് മത്സരത്തിൽ ഫസ്റ്റ് ലഭിച്ച ആദില KV എന്നിവർ സ്കൂളിന്റെ ഓവറോൾ നേട്ടങ്ങൾക്ക് ചുക്കാൻ പിടിച്ച പ്രതിഭകളാണ്. ഉറുദു പദ്യം ചൊല്ലലിൽ മഞ്ചേരി സബ് ജില്ലയെ പ്രതിനിധീകരിച്ച് 2ാം സ്ഥാനം നേടാനും ഫാത്തിമ സൻഹയ്ക്ക് കഴിഞ്ഞിരുന്നു. SM സർവർ ഉറുദു ടാലന്റ് ടെസ്റ്റിൽ ജില്ലയിൽ 1ാമതെത്തിയ മിടുക്കിയാണ് 7ാം ക്ലാസ്സിലെ ഫാത്തിമ മിസ്ന. അഭിമാനകരമായ നേട്ടം സ്വന്തമാക്കിയ ഈ വിദ്യാർത്ഥികളെ പ്രത്യേകം അഭിനന്ദിക്കാൻ ഈ സന്ദർഭം പ്രയോജനപ്പെടുത്തുന്നു. വിവരസാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ പഠനം. വിവരസാങ്കേതിക വിദ്യയുടെ സ്വാധീനവും ഉപയോഗവും വർദ്ധിച്ചുവരുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ മക്കൾക്ക് ദൃശ്യ ശ്രാവ്യ പഠനാനുഭവങ്ങളാൽ സമ്പുഷ്ടമായ ക്ലാസ് മുറികൾ ഒരുക്കാൻ സാധിച്ചതിൽ നമുക്ക് അഭിമാനിക്കാം. ഗ്രാമപഞ്ചായത്തിൽ നിന്ന് മുൻ വർഷങ്ങളിൽ ലഭ്യമായ സ്മാർട്ട് TVകളും കൈറ്റിൽ നിന്ന് ലഭിച്ച ലാപ്ടോപ്പുകളും പ്രൊജക്ടുകളും ഇതിനായി സജ്ജമാക്കിയിട്ടുണ്ട്. ഒരേ സമയം ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയും വിധം നവീകരിച്ച IT ലാബുകളും പരിചയസമ്പന്നനായ IT ഇൻസ്ട്രക്ടറും നമ്മുടെ വിദ്യാലയത്തിലുണ്ട്. ഇതിന്റെ എല്ലാം ഫലമായി മഞ്ചേരി ഉപജില്ലാ IT മേളയിൽ 100ഓളം വിദ്യാലയങ്ങളെ മറികടന്ന് ഓവറോൾ 1ാം സ്ഥാനം എന്ന അഭിമാനകരമായ നേട്ടം കൈവരിക്കാൻ നമുക്ക് സാധിച്ചു. ലൈബ്രറി
സമകാലിക വിദ്യാഭ്യാസ രംഗത്ത് വിദ്യാലയങ്ങളിലെ ലൈബ്രറികൾക്ക് ഏറെ പ്രാധാന്യമുണ്ട്. നമ്മുടെ വിദ്യാലയത്തിലെ മക്കൾ വായനയിലേക്ക് കടന്നുവരാൻ പ്രേരകമാവും വിധം 5000-ഓളം പുസ്തകങ്ങളുമായി വിപുലമായ ലൈബ്രറിയാണ് ഒരുക്കിയിട്ടുള്ളത്. പിറന്നാൾ ദിനത്തിൽ കൂട്ടുകാർ സ്കൂളിന് സമ്മാനിക്കുന്ന പുസ്തകങ്ങൾ ഉൾപ്പെടുത്തി രൂപീകരിച്ച ക്ലാസ് ലൈബ്രറികൾ, വായനാ കാർഡുകൾ എന്നിവ സ്കൂളിന്റെ വായനാ സംസ്കാരത്തിന്റെ നേർക്കാഴ്ചയാണ് നൽകുന്നത്. പത്രവായന ശീലം വളർത്തുന്നതിനായി വിവിധ സ്ഥാപനങ്ങൾ, വ്യക്തികൾ എന്നിവരുടെ സഹകരണത്തോടെ എല്ലാ ക്ലാസുകളിലും 4 വ്യത്യസ്ത ദിനപത്രങ്ങൾ എത്തിക്കാൻ സാധിക്കുന്നു. ഇതിന്റെയെല്ലാം ഫലമായി സംസ്ഥാന ലൈബ്രറി കൗൺസിൽ നടത്തുന്ന വായനാ മത്സരം, മലർവാടി വിജ്ഞാനോത്സവം എന്നിവയിൽ തിളക്കമാർന്ന വിജയം നേടാൻ നമ്മുടെ കുട്ടികൾക്ക് സാധിച്ചു. മുൻവർഷങ്ങളിൽ ലൈബ്രറിയിലേക്ക് ആവശ്യമായ ഫർണിച്ചറുകൾ നൽകിയ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയെയും MLA ഫണ്ടിൽ നിന്ന് പുസ്തകങ്ങൾ അനുവദിച്ച ബഹുമാന്യനായ P. ഉബൈദുള്ള സാഹിബിനെയും നന്ദിയോടെ ഈ ഘട്ടത്തിൽ സ്മരിക്കുന്നു. ശാസ്ത്ര ഗണിതശാസ്ത്ര ലാബുകൾ നിരീക്ഷിച്ചും പരീക്ഷിച്ചും അറിവുകൾ കരസ്ഥമാക്കാനും ആശയങ്ങൾ മനസ്സിലാക്കാനുമായി മികച്ച ലാബുകൾ സ്കൂളിൽ ഒരുക്കിയിട്ടുള്ളത്. വിവിധ പരീക്ഷണങ്ങൾക്കാവശ്യമായ രാസവസ്തുക്കൾ, മോഡലുകൾ, സ്പെസിമെനുകൾ, മാപ്പുകൾ, മൈക്രോസ്കോപ്പുകൾ തുടങ്ങി വൈവിധ്യമാർന്ന പരീക്ഷണ ഉപകരണങ്ങളാണ് ലാബിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. ഇവയുടെയെല്ലാം കാര്യക്ഷമമായ ഉപയോഗത്തിലൂടെ ശാസ്ത്രമേളകളിൽ മികച്ച മുന്നേറ്റം സൃഷ്ടിക്കാൻ നമുക്ക് സാധിച്ചു. ക്രിയേറ്റീവ് കോർണറിലൂടെ പഠനത്തിന്റെ പുതുവഴിയിലേക്ക് നമ്മുടെ വിദ്യാലയവും. സമഗ്ര ശിക്ഷ കേരളയും കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയും ചേർന്ന് ആരംഭിച്ച പദ്ധതിയാണ് ക്രിയേറ്റീവ് കോർണർ. ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കളായ മഞ്ചേരി സബ് ജില്ലയിലെ തന്നെ 2 വിദ്യാലയങ്ങളിൽ ഒന്നാണ് നമ്മുടെ സ്കൂൾ എന്നതിൽ നമുക്ക് അഭിമാനിക്കാം. കൃഷി, ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽസ്, പ്ലംബിംഗ്, ഫാഷൻ ഡിസൈനിംഗ്, പാചകം, മരപ്പണി തുടങ്ങി വിവിധ തൊഴിൽ മേഖലകളിൽ കുട്ടികൾക്ക് പരിശീലനം നൽകുന്നതിനായി അത്യാധുനിക ഉപകരണങ്ങളാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. കുട്ടികളുടെ ക്രിയാത്മകതയും ചിന്താശേഷിയും സർഗാത്മകതയും ഒരുപോലെ പരിപോഷിപ്പിക്കാൻ ഉതകുന്ന നൂതന കർമ്മ പദ്ധതിയാണ് ക്രിയേറ്റീവ് കോർണറിലൂടെ നടപ്പിലാക്കുന്നത്. 1 സ്കൂൾ 1 ഗെയിം. കുട്ടികളിലെ കായിക മികവ് വളർത്തുന്നതിനായി നടപ്പിലാക്കുന്ന 1 സ്കൂൾ 1 ഗെയിം പദ്ധതിയിലേക്ക് മലപ്പുറം ജില്ലയിൽ നിന്ന് തിരഞ്ഞെടുത്ത 2 പ്രൈമറി വിദ്യാലയങ്ങളിൽ ഒന്ന് നമ്മുടേതാണ്. ഈ പദ്ധതിയുടെ കീഴിൽ 1 മുതൽ 7 വരെ ക്ലാസ്സിലെ കുട്ടികൾക്ക് സൗജന്യ ബാസ്കറ്റ്ബോൾ പരിശീലനം നടപ്പിലാക്കി വരുന്നു. കിഡ്സ് അത്ലറ്റിക്സ് പ്രീ പ്രൈമറി LP വിഭാഗം കുട്ടികളിലെ കായിക താൽപര്യങ്ങളെ വളർത്താനും ശാരീരികവും മാനസികവുമായ ഉയർച്ച ലക്ഷ്യം വെച്ചും നടപ്പാക്കിയ കിഡ്സ് അത്ലറ്റിക്സ് പഞ്ചായത്തിൽ നിന്നും നിയമിച്ച പ്രത്യേക പരിശീലകന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കി വരുന്നു. മുൻവർഷം പഞ്ചായത്തിൽ നിന്നും ഈ വർഷം BRCയിൽ നിന്നും ലഭിച്ച കായിക ഉപകരണങ്ങൾ ശാസ്ത്രീയമായ രീതിയിൽ ഉപയോഗിക്കുന്നതിനായി അധ്യാപകർ പരിശീലനം നേടുകയും കുട്ടികളെ പരിശീലിപ്പിക്കുകയും ചെയ്യുന്നു. സ്ട്രീം പദ്ധതി കേരളത്തിലെ സ്കൂൾ വിദ്യാർത്ഥികളിൽ ശാസ്ത്രബോധവും ഗവേഷണ അഭിരുചിയും വളർത്തുന്നതിനായി സമഗ്ര ശിക്ഷ കേരളയുടെ പദ്ധതിയായ സ്ട്രീം നടപ്പിലാക്കുന്നതിനായി ജില്ലയിൽ നിന്ന് തിരഞ്ഞെടുത്ത വിദ്യാലയങ്ങളിൽ നമ്മുടെ സ്കൂളും ഉൾപ്പെട്ട വിവരം സന്തോഷത്തോടെ അറിയിക്കുന്നു. ക്വിസാറ്റ് പോലെയുള്ള ഉന്നത വിദ്യാഭ്യാസ ഗവേഷണ സ്ഥാപനങ്ങളുമായി ബന്ധിപ്പിച്ച് നടത്തുന്ന പരിപാടി നമ്മുടെ കുട്ടികൾക്ക് ഏറെ മുതൽക്കൂട്ടായിരിക്കും. വർണ്ണക്കൂടാരം അറിവിൻ്റെയും അനുഭവങ്ങളുടെയും ആസ്വാദനങ്ങളുടെയും പുതിയ ലോകത്തേക്കാണ് വർണ്ണക്കൂടാരം പദ്ധതി വഴി നമ്മുടെ വിദ്യാലയത്തിലെ പ്രീ പ്രൈമറി ക്ലാസുകൾ മിഴി തുറക്കുന്നത്. ശാരീരികവും വൈജ്ഞാനികവും സാമൂഹികവും സർഗാത്മകവും ഭാഷാപരവുമായ വികാസ മേഖലകളിലൂടെ കുട്ടികളുടെ 8 ബുദ്ധി തലങ്ങളെയും പരിപോഷിപ്പിക്കുന്നതിനായി 13 വ്യത്യസ്ത അനുഭവ ഇടങ്ങൾ ഒരുക്കി ആനക്കയം പഞ്ചായത്തിലെ ഒരേ ഒരു അന്താരാഷ്ട്ര പ്രീ പ്രൈമറിയായി മാറിയ നമ്മുടെ വിദ്യാലയം ഈ പ്രദേശത്തെ ഓരോ കുരുന്നു കൂട്ടുകാരുടെയും സ്വപ്ന സാഫല്യമാണ്. പഠനയാത്ര ക്ലാസ് മുറികളിലെ സൈദ്ധാന്തികമായ പഠനത്തിനപ്പുറം പ്രായോഗിക അറിവ് നേടുന്നതിനും വിദ്യാർത്ഥികളുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് പുറത്തുള്ള അനുഭവങ്ങൾ നൽകുക എന്ന ഉദ്ദേശത്തോടു കൂടി നടത്തിയ 7ാം ക്ലാസ്സുകാരുടെ ഈ വർഷത്തെ പഠനയാത്ര മൈസൂർ, കൂർഗ് എന്നിവിടങ്ങളിലേക്കായിരുന്നു. വ്യത്യസ്ത കൃഷിരീതികൾ, ഭൂപ്രകൃതി, കാലാവസ്ഥ, ഭാഷ, സംസ്കാരം,
ചരിത്ര സ്മാരകങ്ങൾ എന്നിവ നേരിൽ കണ്ടറിയാനും അനുഭവിക്കാനും ഈ യാത്രയിലൂടെ കുട്ടികൾക്ക് സാധിച്ചു. കണ്ണൂർ, കക്കാടംപൊയിൽ എന്നിവിടങ്ങളിലേക്ക് മറ്റു വിദ്യാർത്ഥികൾക്കും പഠനയാത്ര സംഘടിപ്പിച്ചിരുന്നു. മേളകളിലൂടെ അഭിമാന നേട്ടങ്ങൾ. കലോത്സവങ്ങളിൽ നമ്മുടെ സ്കൂളിന്റെ സാന്നിധ്യം അരക്കെട്ടുറപ്പിച്ച വർഷമാണ് കടന്നുപോയത്. മഞ്ചേരി ഉപജില്ല ഗാന്ധി ദർശൻ കലാമേളയിൽ കവിതാലാപനം, സ്കിറ്റ്, ദേശഭക്തി ഗാനം തുടങ്ങി പങ്കെടുത്ത എല്ലാ ഇനങ്ങളിലും ആദ്യ സ്ഥാനങ്ങൾ കരസ്ഥമാക്കി ഓവറോൾ 1-ാം സ്ഥാനം എന്ന അഭിമാന നേട്ടം കൈവരിക്കാൻ നമ്മുടെ മക്കൾക്കായി. കൂടാതെ പഞ്ചായത്ത്, സബ് ജില്ലാ തല കലാമേളകളിൽ നമ്മുടേതായ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ നമ്മുടെ LP, UP കലാപ്രതിഭകൾക്ക് സാധിച്ചു. 2025 ഓഗസ്റ്റ് 7 സംഘടിപ്പിച്ച സ്കൂൾ തല കലോത്സവത്തിലും വിദ്യാർത്ഥികൾ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. ഇംഗ്ലീഷ് സ്കിറ്റിൽ സബ് ജില്ലയിൽ 1-ാം സ്ഥാനവും ജില്ലയിൽ A ഗ്രേഡോടുകൂടി 3-ാം സ്ഥാനവും കരസ്ഥമാക്കാൻ നമ്മുടെ കൂട്ടുകാർക്ക് സാധിച്ചു. 2025 സെപ്റ്റംബർ 18 നടത്തിയ സ്കൂൾ കായികമേള ഒളിമ്പസ് 2K25 വാശിയേറിയതും മികവുറ്റതുമായിരുന്നു. തിരഞ്ഞെടുത്ത വിദ്യാർത്ഥികളെ പഞ്ചായത്ത് തല കായികമേളയിലും സബ് ജില്ലാ തല കായികമേളയിലും പങ്കെടുപ്പിച്ച് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ നമ്മുടെ വിദ്യാലയത്തിനായി 2025 സെപ്റ്റംബർ 11 സംഘടിപ്പിച്ച സ്കൂൾ തല ശാസ്ത്രമേള മികവുറ്റതായിരുന്നു. വളരെയേറെ നിലവാരം പുലർത്തിയ ഈ ഒരു ശാസ്ത്രമേളയുടെ ഫലമായി വിദ്യാർത്ഥികൾക്ക് സബ് ജില്ലാ ശാസ്ത്രമേളയിൽ തിളങ്ങാൻ സാധിച്ചു. ക്ലബ്ബുകൾ. 2025-26 വർഷത്തെ വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനം ആഗസ്റ്റ് 7 സോഷ്യൽ മീഡിയയിലൂടെ തരംഗമായ പ്രശസ്ത സംഗീത അധ്യാപകൻ ശ്രീ ഹക്കീം പുൽപ്പറ്റ നിർവഹിച്ചു. പഠനത്തിന്റെ വിവിധ മേഖലകളിൽ തങ്ങളുടെ കഴിവ് പ്രകടമാക്കാൻ വിവിധ ക്ലബ്ബുകൾ കുട്ടികൾക്ക് മികച്ച അവസരങ്ങളാണ് ഒരുക്കിയത്. പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായി വിവിധ ക്ലബ്ബുകളുടെ നേതൃത്വത്തിൽ ദിനാചരണങ്ങളും ആഘോഷങ്ങളും വിദ്യാലയത്തിൽ സംഘടിപ്പിച്ചു. ജൂൺ 5 പരിസ്ഥിതി ദിനം, ജൂൺ 19 വായനാ ദിനം, ജൂലൈ 5 ബഷീർ ദിനം, ആഗസ്റ്റ് 6, 9 ഹിരോഷിമ നാഗസാക്കി ദിനം, സെപ്റ്റംബർ 5 അധ്യാപക ദിനം, ഒക്ടോബർ 2 ഗാന്ധി ജയന്തി, നവംബർ 1 കേരളപ്പിറവി ദിനം, നവംബർ 14 ശിശുദിനം തുടങ്ങിയവ മികവുറ്റ രീതിയിൽ തന്നെ സ്കൂളിൽ ആചരിച്ചു. ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനവും ജനുവരി 26 റിപ്പബ്ലിക് ദിനവും അതിന്റെ എല്ലാ പകിട്ടോടും കൂടി രക്ഷിതാക്കളുടെയും നാട്ടുകാരുടെയും പങ്കാളിത്തത്തോടെ കൊണ്ടാടി. ആഗസ്റ്റ് 27 നടന്ന ഓണാഘോഷ പരിപാടികളും ക്രിസ്തുമസ്, ഈദ് ആഘോഷങ്ങളും വർണ്ണാഭമായി തന്നെ വിദ്യാലയത്തിൽ ആചരിച്ചു. കുട്ടികൾക്കിടയിൽ കേരള സംസ്കാരവും മതമൈത്രിയും ഊട്ടിയുറപ്പിക്കുന്നതിൽ ഇത്തരം ആഘോഷങ്ങൾ വലിയ പങ്കാണ് വഹിക്കുന്നത്. ഡിസംബർ 18 അന്താരാഷ്ട്ര അറബിക് ദിനാചരണത്തിന്റെ ഭാഗമായി അലിഫ് അറബിക് ക്ലബിന്റെ നേതൃത്വത്തിൽ കാലിഗ്രാഫി മത്സരവും മാഗസിൻ പ്രകാശനവും സംഘടിപ്പിച്ചു. ഉറുദു ക്ലബിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഭാഷാ പരിപോഷണ പ്രത്യേക പദ്ധതി മീട്ടി ഉറുദു ജൂൺ 17 PTA പ്രസിഡന്റായിരുന്ന ശ്രീ ഇസ്ഹാഖ് ഉദ്ഘാടനം ചെയ്തു. 30-ൽ-അധികം ആഴ്ചകൾ കടന്നു മുന്നേറിയ ഈ പദ്ധതി കഴിഞ്ഞ മാർച്ച് 17 നടത്തിയ മെഗാ ഫൈനൽ റൗണ്ട് മത്സരങ്ങളിലൂടെ വിജയകരമായി പൂർത്തിയായി. ഭാഷാജ്ഞാനത്തിനു പുറമെ പൊതുവിജ്ഞാനത്തിനും തുല്യ പ്രാധാന്യം നൽകിയ ഈ പദ്ധതി സ്കൂൾ അക്കാദമിക് മാസ്റ്റർ പ്ലാനിന്റെ വിജയകരമായ നടത്തിപ്പിന്റെ മറ്റൊരു ഉദാഹരണം കൂടിയാണ്. സാമൂഹ്യശാസ്ത്ര ക്ലബിന്റെ ഭാഗമായി 2025 ജൂലൈ 17 സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടക്കുകയും മുഹമ്മദ് മിൻഹാജിനെ സ്കൂൾ ലീഡറായി തെരഞ്ഞെടുക്കുകയും ചെയ്തു. വീക്ക്ലി ക്വിസ്, മന്ത്ലി സ്റ്റാർ. ഇന്നത്തെ വേഗതയേറിയതും മത്സരപരവുമായ ലോകത്ത് വിദ്യാർത്ഥികളുടെ കരിയറിന്റെ പാതകൾ രൂപപ്പെടുത്തുന്നതിൽ മത്സര പരീക്ഷകൾക്കുള്ള പ്രാധാന്യം വളരെ വലുതാണ്. ഇത്തരം മത്സര പരീക്ഷകളിലേക്കുള്ള വിദ്യാർത്ഥികളുടെ താല്പര്യം വർദ്ധിപ്പിക്കുന്നതിന് ഉതകുന്നതാണ് നമ്മുടെ സ്കൂളിന്റെ തനത് പരിപാടിയായ വീക്ക്ലി ക്വിസ്, മന്ത്ലി സ്റ്റാർ. 3-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കായി ആഴ്ചതോറും ചോദ്യങ്ങൾ നൽകിക്കൊണ്ട് ഓരോ മാസവും മന്ത്ലി സ്റ്റാറിനെ കണ്ടെത്തുകയും വർഷാവസാനവും മെഗാ ഫൈനൽ മത്സരവും നടത്തി വിജയിയെ കണ്ടെത്തുകയും ചെയ്യുന്ന ഈ പരിപാടിയിൽ ഈ വർഷം നിഹ KM UP വിഭാഗത്തിലും ആദില KV LP വിഭാഗത്തിലും വിജയികളായി.
2024-25 അക്കാദമിക മാസ്റ്റർ പ്ലാനിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കിയ ഈ പരിപാടിക്ക് വിദ്യാർത്ഥികളിൽ നിന്നും രക്ഷിതാക്കളിൽ നിന്നും വൻ സ്വീകാര്യതയാണ് ലഭിച്ചത്. ആഴ്ച നക്ഷത്രം ഈ വർഷത്തെ അക്കാദമിക മാസ്റ്റർ പ്ലാനിൽ ഉൾപ്പെടുത്തി 2ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കായി മാത്രം സംഘടിപ്പിച്ച മറ്റൊരു പൊതുവിജ്ഞാന പരിപാടിയായിരുന്നു ആഴ്ച നക്ഷത്രം. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ പൊതുവിജ്ഞാനം നുകരുന്ന ശീലം പരിപോഷിപ്പിക്കുന്നതിനായി പ്രീ പ്രൈമറി തലത്തിലും ലിറ്റിൽ സ്റ്റാർ എന്ന പരിപാടി നടത്തപ്പെടുന്നു. കൂടാതെ ഉറുദു ഭാഷ പരിപോഷിപ്പിക്കുന്നതിനായി ഉറുദു വിദ്യാർത്ഥികൾക്കായി നടത്തുന്ന മീട്ടി ഉറുദു സ്കൂളിന്റെ മറ്റൊരു തനത് പ്രവർത്തനമാണ് സ്റ്റെപ്പ് അപ്പ് ഇംഗ്ലീഷ്. 2ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ ആത്മവിശ്വാസത്തോടെ ഇംഗ്ലീഷ് ഭാഷാ പഠനത്തിലേക്ക് നയിക്കുക എന്ന ലക്ഷ്യത്തോടെ അക്കാദമിക മാസ്റ്റർ പ്ലാനിൽ ഉൾപ്പെടുത്തി ഈ വർഷം നടപ്പിലാക്കിയ മറ്റൊരു പദ്ധതിയാണ് സ്റ്റെപ്പ് അപ്പ് ഇംഗ്ലീഷ്. വിദ്യാർത്ഥികൾക്കിടയിൽ എൻറിച്ച് യുവർ ഇംഗ്ലീഷ് വൊക്കാബുലറി എന്ന മോട്ടോയിൽ സ്പെൽ ബി എന്ന മത്സര പരമ്പര നടത്തുകയും വിജയികളെ അനുമോദിക്കുകയും ചെയ്തു. JRC ആരോഗ്യം, വ്യക്തിത്വ വികാസം, പൗരബോധം, ജീവകാരുണ്യം എന്നീ മേഖലകളിൽ ശ്രദ്ധ പതിപ്പിച്ച് സേവനം ലക്ഷ്യമാക്കി നമ്മുടെ വിദ്യാലയത്തിൽ ജൂനിയർ റെഡ് ക്രോസ് അഥവാ JRC പ്രവർത്തിച്ചു വരുന്നു. ജെൻസി ജെൻ ക്ലീൻ എന്ന നാമധേയത്തിൽ JRC വിദ്യാർത്ഥികൾ സമൂഹ മാധ്യമങ്ങൾ വഴി ആഴ്ചതോറും നൽകിയിരുന്ന ബോധവൽക്കരണ ക്ലാസുകൾ വിദ്യാർത്ഥികൾക്കും സമൂഹത്തിനും ഒരുപോലെ ഗുണം ചെയ്തു. JRC വിദ്യാർത്ഥികൾക്കായി 2026 ഫെബ്രുവരി 16 നടത്തിയ സഹവാസ ക്യാമ്പ് ഏറെ ശ്രദ്ധേയമായി. ക്യാമ്പിൽ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഇർഷാദ് അലി CP പ്രഥമ ശുശ്രൂഷയിൽ വിദഗ്ധമായ പരിശീലനവും സീനിയർ സിവിൽ പോലീസ് ഓഫീസർ KM മുഹമ്മദ് സുഹൈൽ ചിൽഡ്രൻ ഇൻ ഫാമിലി ആൻഡ് സൊസൈറ്റി എന്ന വിഷയത്തിൽ ബോധവൽക്കരണവും നൽകി. ഭൗതിക സൗകര്യങ്ങൾ വലിയ പുരോഗതി പ്രാപിക്കുന്ന ഘട്ടങ്ങളിലൂടെയാണ് നമ്മുടെ വിദ്യാലയം കടന്നുപോകുന്നത്. പൊതുമരാമത്ത് വകുപ്പിൽ നിന്ന് ലഭിച്ച 1 കോടി രൂപ വഴി യാഥാർത്ഥ്യമായ കെട്ടിടത്തിനു മുകളിൽ MLA ഫണ്ടിൽ നിന്നും ശ്രീ P. ഉബൈദുള്ള സാഹിബ് അനുവദിച്ച 70 ലക്ഷം രൂപയുടെ 5 ക്ലാസ് മുറികളും സജ്ജമായി കഴിഞ്ഞു. ആനക്കയം ഗ്രാമപഞ്ചായത്ത് മെയിന്റനൻസ് ഫണ്ടിൽ നിന്ന് ലഭ്യമായ 5 ലക്ഷം രൂപ ഉപയോഗിച്ച് ക്ലാസ് റൂം നവീകരണം നടത്തി. പഞ്ചായത്തിന്റെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 13 ലക്ഷം രൂപ ചെലവഴിച്ച് ചുറ്റുമതിൽ നിർമ്മാണവും പൂർത്തിയാക്കി. പുതിയ കെട്ടിടത്തിലെ ക്ലാസ് റൂമുകളുടെ ഇലക്ട്രിഫിക്കേഷന് വേണ്ടി 5 ലക്ഷം രൂപയും പഞ്ചായത്ത് ഭരണസമിതി വകയിരുത്തിയിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും ശുദ്ധമായ കുടിവെള്ളത്തിനായി വാട്ടർ പ്യൂരിഫയർ അനുവദിച്ചു. വിദ്യാലയത്തിന്റെ സ്വപ്നങ്ങളോടൊപ്പം ചേർന്നു നിന്ന ജനപ്രതിനിധികളോടുള്ള നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. സമാപനം. കടന്നുപോകുന്നത് വിജയക്കുതിപ്പുകളാൽ കൺകുളിർമയേകിയ അധ്യയന വർഷമാണ്. ഒന്നും പൊടുന്നനെ സാധ്യമായതല്ല. 1/2 നൂറ്റാണ്ട് മുമ്പ് ഈ വിദ്യാലയം സ്ഥാപിക്കാൻ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ആനക്കയത്തെ പൗരപ്രമുഖരെല്ലാം കൈകോർത്തതിന്റെ ഫലമാണ്. ബഹുമാന്യരായ KVM ചേക്കുട്ടി ഹാജി, KVM ഹംസ, KVM ഖാലിദ്, KVM സൈനുദ്ദീൻ അധികാരി, KVM കുഞ്ഞിപ്പു സാഹിബ്, KP അഹമ്മദ് കുട്ടി, PP മുഹമ്മദ്, KV ഇപ്പു, CK അബ്ദുറഹീം മാസ്റ്റർ, K കുഞ്ഞിവീരാൻ മാസ്റ്റർ എന്നിങ്ങനെ പേര് വായിക്കാൻ ഇനിയും എത്രയോ മഹാന്മാർ ബാക്കി. തുടർന്നിങ്ങോട്ട് ഈ വിദ്യാലയത്തെ കൈപ്പിടിച്ചുയർത്തിയ മുൻ ഹെഡ് മാസ്റ്റർമാരും അധ്യാപകരും PTA സമിതികളും നാട്ടുകാരും എല്ലാം ഇന്നും സ്കൂളിന്റെ സർവ്വ പുരോഗതിക്കും താങ്ങായി നിൽക്കുന്ന ആനക്കയത്തെ സന്നദ്ധ സംഘടനകളും സ്ഥാപനങ്ങളും വ്യാപാരികളും പ്രിയപ്പെട്ട നാട്ടുകാരും പൂർവ്വ വിദ്യാർത്ഥികളും എല്ലാവരും കൂടെയുണ്ട്. വിജയരഥത്തിൽ പൊൻതൂവലുകൾ തുന്നിച്ചേർത്ത് പ്രയാണം തുടരുന്ന നമ്മുടെ വിദ്യാലയത്തിന്റെ ഉന്നതിക്കായി സർവ്വ പിന്തുണയും നൽകി കൂടെയുള്ള കേരള സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പിനും ബഹുമാന്യനായ MLA P. ഉബൈദുള്ള സാഹിബിനും പഞ്ചായത്ത് ഭരണസമിതിക്കും PTA, SMC, വെൽഫെയർ, MTA കമ്മിറ്റികൾക്കും എല്ലാം ഒരിക്കൽ കൂടി നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. ഈ കൂട്ടായ്മ തുടരണം. താണ്ടാൻ ഇനിയുമേറെ ദൂരം നമുക്കുണ്ട്. ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും പൂർണ്ണാർത്ഥത്തിൽ പിറന്ന് സംസ്ഥാനത്തെ ഏറ്റവും മികച്ച വിദ്യാലയമായി ആനക്കയം GUPS മാറുന്ന പുലരികൾക്കായി കൈകോർക്കാം നമുക്ക്. നന്ദി.